അതുപോലെ നൈജീരിയയിലെ തീവ്രവാദികൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 50 പേർ കൊല്ലപ്പെട്ടു. ഇതെല്ലാം തന്നെ ക്രിസ്ത്യൻ ഫാമിലികളാണ് ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ വരുന്ന ആൾക്കാരൊക്കെ പറയുന്ന സ്ലോഗനൊക്കെ ഈ ആൾക്കാർ തന്നെ അവിടെ നിന്ന് റിപ്പോർട്ടേഴ്സ് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കൂടുതൽ അങ്ങ് എംഫസൈസ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതൊരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ സ്ലോഗൻസ് ആണ്. അത് നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയം കൂടിയാണ്. അതിലുപരിയായിട്ട് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് 15 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ഏതാണ്ട് വീണ്ടും അതുപോലെ തന്നെ ആക്രമണം. അതായത് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകളെ വരെ വെറുതെ വിടാതെ ഉപദ്രവിക്കുന്ന, ഇതുപോലെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന രീതിയിൽ ക്രൂരമായി മർദ്ദിക്കുന്ന, അപ്പം അതുപോലെ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിൽ ഫൂട്ടേജ് പുറത്ത് കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മർദ്ദനങ്ങളും ആ ഒരു രീതിയിലാണ് ബ്രൂട്ടലായിട്ട് കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. ഈ മെയിൻ സ്ട്രീം മീഡിയാസ് ഒന്നും തന്നെ ഇതിനെ കൂടുതലായിട്ട് അങ്ങ് കാണിക്കുന്നില്ല. ഇത് ഒരേ ഒരു ചാനലിൽ മാത്രമാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പുറകിൽ ഫോളോ അപ്സ് നടത്തുന്നതായിട്ട് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ക്ലിപ്പുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. 18 Christians have been ruthlessly gunned down in the ongoing genocide in Nigeria. Now, Masara, we just did a video about these people last week. You're back on again. This just keeps happening. What happened with these 14 people? Yeah, so yesterday, by way of summary, these residents, actually a vehicle conveying 20 villagers, Christian villagers, en route from a market town 45 miles south of Jos, the capital of Plateau State, to a small village on the west of the Bokos County, was ambushed by terrorists who were shouting Allahu Akbar and speaking the Fulani dialect, according to survivors. Eventually, incidentally, 14 of the occupants of that vehicle were killed instantly, and they included children of ages 3 to 5. And of course, the majority of them have shared, clips from that incident. The pictures from that incident are not good. ഇതര മതസ്ഥരെ അവിടെ നിരുപാധികം ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബോക്കോ എന്ന് വിളിക്കപ്പെടുന്ന സംഘടനയാണത്. Another horrific massacre against Christians in Nigeria to report on. 27 people, including a 3-year-old girl, have been killed in the most barbaric of ways. Of terrorists shouting Allahu Akbar on a long convoy of motorcycles. ട്രംപ് നൊബൽ സമ്മാനം കിട്ടുന്നതിന് ഭാഗമായിട്ട് റുവാണ്ടയ്ക്കും കോങ്കോയ്ക്കും, അതായത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ DRC, അവർ രണ്ടുപേർക്കുമെതിരെ ഒരു പീസ് ട്രീറ്റി ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ കഴിഞ്ഞ ആഴ്ച തന്നെ വൈറ്റ് ഹൗസിൽ വിളിച്ച് അവർ രണ്ടുപേരെയും ഒപ്പിടിപ്പിച്ച് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയതാണ്. ഇപ്പം DRCക്ക് M23 എന്ന് പറഞ്ഞ ആ ഒരു റിബൽ ഗ്രൂപ്പ്, ഈ റിബൽ ഗ്രൂപ്പ് റുവാണ്ട ബേസ്ഡ് ആയിട്ടുള്ള റിബൽ ഗ്രൂപ്പാണ്. റുവാണ്ടയ്ക്ക് നല്ല റെയർ എർത്ത് എലമെൻറ്റ്സ് റിച്ച് ആയിട്ടുള്ള കുറച്ച് സ്ഥലം കോങ്കോയുടെ ഭാഗത്തുനിന്ന് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പിടിവലി നടക്കുന്നത്. ഇതിൻ്റെ പുറകിൽ ചൈനയുണ്ട്, റുവാണ്ടയുടെ പുറകിൽ. റുവാണ്ട എന്ന് പറഞ്ഞൊരു ആഫ്രിക്കൻ നേഷൻ ഡെവലപ്പ് ആയിരിക്കുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. ആ രീതിയിലാണ് അവിടുത്തെ റോഡ് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡെവലപ്പാക്കി വെച്ചിരിക്കുന്നത് ചൈന. അപ്പോൾ അത്രയും കൂറുള്ള ഈ രീതിയിൽ ആ രാജ്യത്തിനെ ഡെവലപ്പാക്കിയ ചൈനയോട് റുവാണ്ടയ്ക്ക് നല്ല കൂറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ട്രംപ് വിചാരിക്കുന്ന പോലെ എളുപ്പത്തിൽ പെട്ടെന്ന് ഈ 2 രാജ്യങ്ങളും തമ്മിൽ പീസ് ട്രീറ്റി അങ്ങ് റെഡിയാക്കി കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് അന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്ന സമയം തന്നെ നമ്മൾ ഡൗട്ട് പ്രകടിപ്പിച്ചതാണ്. കാരണം 30 വർഷത്തെ കോൺഫ്ലിക്റ്റ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു ദിവസം ഒരു ടേബിളിൽ വിളിച്ചിരുത്തി ഒപ്പിട്ട് കഴിഞ്ഞാൽ തീരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം അമേരിക്ക വാഗ്ദാനം ചെയ്യുന്ന എന്തൊക്കെ എക്കണോമിക് ബെനിഫിറ്റുകൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് ഉറപ്പായിട്ടും കൊടുത്ത് ഉറപ്പുവരുത്തേണ്ടി വരും. എന്നാൽ പോലും അവിടെ തീരില്ല. ഈ റുവാണ്ട എന്ന് പറഞ്ഞ രാജ്യത്തിനകത്തും ഈ കോങ്കോയിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടുത്തെ എത്നിക് ക്ലെൻസിങ് എങ്ങനെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത്. അതിരൂക്ഷമായ രീതിയിലാണ്
ജാതി ബേസ് ചെയ്താണ് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ആദ്യ കാലഘട്ടത്തിൽ നടന്നിരുന്നത്. ഗോത്രങ്ങൾ, ജാതി ഗോത്രങ്ങളൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. പല ഗോത്രങ്ങളെയും ഗ്രൂപ്പായിട്ടാണ് തീർത്ത് കളഞ്ഞിരിക്കുന്നത്. ആ രീതിയിലുള്ള ചരിത്രമാണ് ഈ റുവാണ്ടയ്ക്കൊക്കെ ഉള്ളത്. അതിൻ്റെയൊക്കെ സ്മാരകങ്ങൾ ആ രാജ്യങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനത്തെ രാജ്യത്തിനോട് ഇടപെടുമ്പോഴത്തേക്കും വളരെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കേണ്ടതാണ്. അല്ലാതെ ഒപ്പുവെച്ചത് കൊണ്ട് മാത്രം അവിടെ പീസ് ട്രീറ്റി ആവത്തില്ല. അതായത് ഇപ്പം റുവാണ്ട, അതായത് M23 റിബൽ ഗ്രൂപ്പ് അവർ പറഞ്ഞിരിക്കുന്നത് എണ്ണി 10 ദിവസത്തിനകത്ത് ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ DRC പിടിച്ചു വെച്ചിരിക്കുന്ന ഞങ്ങളുടെ ബന്ദികളെ മൊത്തം റിലീസ് ചെയ്യണം വിതിൻ 10 days. ഈ 10 ദിവസത്തിനകത്ത് ഈ കോങ്കോ ഈ ബന്ദികളെ റിലീസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു സ്ട്രോങ് വാർണിംഗ് ആണ് അടുത്ത ഘട്ട യുദ്ധത്തിലേക്ക്. ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. Colombian well. Let's be clear, the Washington Agreement concerns 2 states. Entendons bien, l'accord de Washington concerne 2 États. The Democratic Republic of Congo, your country, and the Republic of Rwanda. And they are going to set up mechanisms to carry out these operations there. ഇത് ഒരു യുദ്ധ മുന്നറിയിപ്പാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി മാർക്കോ റൂബിയോ വീണ്ടും അവിടെ പോകേണ്ടി വരും. ഇനിയിപ്പോൾ ഫർദർ നെഗോസിയേഷൻ എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. ഇതാണ് നൊബൽ പ്രൈസിൻ്റെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ആകെ കൂടി ട്രംപ് നൊബൽ പ്രൈസിന് വേണ്ടിയിട്ട് 2 സ്ഥലങ്ങളാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇന്ത്യ പാകിസ്ഥാൻ്റെ ഇടയിൽ തീർത്ത് വെച്ചു എന്ന് പറഞ്ഞിട്ട് അസീം മുനീറിനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഇതിനെ കൊണ്ട്. പിന്നെ ആകെ കൂടെ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാലും ഇസ്രായേൽ ഗാസ പ്രശ്നം തീർന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പിന്നെ എന്ത് സമാധാനമാണ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്നതിൻ്റെ പേരിൽ നൊബൽ പ്രൈസ് കൊടുക്കേണ്ടത്? ഇപ്പോൾ ഈ കോങ്കോയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ഇപ്പോൾ ക്ലാഷ് വീണ്ടും തുടങ്ങുകയാണ്. റഷ്യ ഉക്രൈൻ്റെ ഉള്ളിൽ കടുത്ത ആക്രമണം ഡിനീപ്രോ ഭാഗത്തും കാർക്കീവിൻ്റെ ഉള്ളിൽ ഒരു ഹോസ്പിറ്റൽ അറ്റാക്ക് ചെയ്തതായിട്ട് വാർത്ത വരുന്നുണ്ട്. കാഷ്വാലിറ്റീസ് ഒക്കെ ഒരുപാടുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഹോസ്പിറ്റലാണ്, അത് 24/7 റൺ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. അതും കൂടി നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഡിനീപ്രോ റീജിയനിലും മാരകമായ ആക്രമണങ്ങളാണ് തുടരുന്നത്. അതിലുപരിയായിട്ട് സെലൻസ്കിയുടെ മേളിൽ ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. സെലൻസ്കി തുടർച്ചയായ ഒരു പ്രൊട്ടസ്റ്റ് മറികടക്കാൻ വേണ്ടിയിട്ട് ഈ ബില്ല് വാപ്പസ് ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു ബില്ല് പാസ്സാക്കിയായിരുന്നല്ലോ, ആൻറ്റി കറപ്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു സംവിധാനത്തെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു ബില്ലാണ് പാസ്സാക്കിയത്. ആ ബില്ലിനെ ഇപ്പോൾ റിവോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം ഈ സെലൻസ്കി ഉക്രൈനിയൻ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ തന്നെ കറപ്ഷനെതിരെ പുള്ളി എടുത്തിരുന്ന നിലപാടുകളാണ്. അന്ന് ഒരു പൊളിറ്റിക്കൽ നിലപാട് ശക്തമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഈ കറപ്ഷനെതിരെ. ആ കറപ്ഷനെതിരെ നിലപാടെടുത്ത അതേ സെലൻസ്കിയാണ് ഇന്ന് ആന്റി കറപ്ഷൻ ബ്യൂറോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ ഒരു വിഷയം കൂടി, ഒരു ആരോപണം കൂടി സെലൻസ്കിയുടെ മേളിൽ വരുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, $1 ബില്യൺ സെലൻസ്കി മോഷ്ടിച്ചിട്ടുണ്ട്. മോഷണം നടത്തിയതിൻ്റെ പേരിലാണ് ഈ ആന്റി കറപ്ഷൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്നുള്ളൊരു ആരോപണം കൂടി സെലൻസ്കിയുടെ മേളിൽ വരുന്നുണ്ട്. ഓപ്പോസിറ്റ് പാർട്ടികളെല്ലാം തന്നെ ഇതിനെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് ചർച്ചയ്ക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ സെലൻസ്കിക്ക് ഇനി വരും ദിവസങ്ങളിൽ കുറച്ച് ചാലഞ്ച് കൂടുതലാണ്. പിന്നെ ഇവിടെ ഞാനൊരു വീഡിയോ ക്ലിപ്പ് വെക്കുന്നുണ്ട്, അതൊന്ന് കണ്ടോളൂ. Do you have any questions at all? I usually ask the questions, so. Yeah, I think the misconception here is that doctors are being greedy, or they're just striking because they want more pay. It's actually a lot deeper than that. Essentially, we have a problem with staff retention. We have a problem with the long waiting hours. We have rota gaps. And not to mention the patient care is failing because of a lack of resources, because unfortunately the government isn't actually investing as much in the NHS as it might be in other public sectors. Now, I appreciate the fact that some people would have chosen not to support us in these strikes versus the previous ones, but I think they need to understand that the reason we're striking is not just for our own pay, which we rightfully deserve. 5-6 years of medical school, all that debt has to be repaid somehow, not to mention some of us have to live on our own. So that's also, rent being covered from our own costs. Some people get the privilege of still living with their parents. I think there's a lot of discrepancies in people's situations and circumstances. ഇത് UK മെഡിക്കൽ ഫീൽഡിലുള്ള ഡോക്ടേഴ്സ്, നേഴ്സുമാർ ഇവരെല്ലാം തന്നെ പ്രതിഷേധിക്കുകയാണ്.
എന്താണ് അവരുടെ കയ്യിലുള്ള ബോർഡെന്ന് നിങ്ങൾ കണ്ടല്ലോ. അതായത് സാലറി തരാൻ വേണ്ടിയിട്ടാണ്. പ്ലീസ് ഞങ്ങൾക്ക് ശമ്പളം തരൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് നടത്തുന്നത്. NHS അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് ഇവരൊക്കെ. ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സുമാരുണ്ട്, മലയാളികളൊക്കെ കാണും ഇതിൻ്റെ കൂട്ടത്തിൽ. ഈ പ്രതിഷേധത്തിന് വലിയ രീതിയിലുള്ള ജനപിന്തുണ കിട്ടിയില്ല. അതുകൊണ്ട് ഇത് പകുതിക്ക് പൊളിഞ്ഞ അവസ്ഥയിലാണ് ഈ ഒരു പ്രതിഷേധം. എന്തുകൊണ്ട് ജനപങ്കാളിത്തം കിട്ടാതെ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 2008 മേടിച്ചുകൊണ്ടിരുന്ന സാലറിയേക്കാളും ഇപ്പം 20% ശമ്പളം കുറവായിട്ടാണ് ഈ ഒരു ജോലിക്ക് കൊടുക്കുന്നത് എന്നാണ് ഇവർ വാദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ ആവശ്യപ്പെടുന്നത് 25% സാലറി ഇൻക്രിമെൻറ്റ് വേണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അപ്പം അങ്ങനെ ആവശ്യപ്പെടുന്ന സ്ഥിതിക്ക് ഇത് വെറും സാലറി ഇൻക്രിമെൻറ്റ് മാത്രമാണ് എന്നുള്ള നിലയിലാണ് മറ്റുള്ളവർ ഇതിനോടൊപ്പം കൂടാത്തത്. പക്ഷേ ഇതിൻ്റെ പുറകിൽ വേറൊരു വിഷയമുണ്ട്. ഈ കൊടി പൊക്കിയിരിക്കുന്ന, ഈ പ്ലഗാർഡ് പിടിച്ചിരിക്കുന്ന ഈ ഡോക്ടേഴ്സിനും നേഴ്സുമാർക്കൊക്കെ ശമ്പളം തന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അയാൾ അവിടെ നിന്ന് പറയുന്നത്. അപ്പോൾ അവർ ഓൺ സാലറിക്ക് വേണ്ടിയിട്ടാണ് അവരവിടെ പ്രതിഷേധിക്കുന്നത്. UK അവസ്ഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.